ഈ സിറ്റിയിലെന്താ പോലീസുകാരൊന്നും ഇല്ലാത്ത? നമുക്ക് ഇവിടെ ഉള്ളവരെക്കാട് കൊന്നാലോ? ഈ ഗണ്ണിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ഇവിടെ ഉള്ളവരെക്കാട് കൊല്ല. അപ്പൊ പോലീസുകാരൊക്കെ ഒരു ദിവസം നമുക്ക് ഇവിടെ ഒരാളെ കാണുന്നുണ്ട്, വിലക്കാണ്ട് കൊല്ല. ഈ അവിടെ നിന്ന് ദൂരത്തൊക്കെ നിൽക്കുന്നുണ്ട്, വിലക്കാണ്ട് കൊന്നുകാണ്ട് നമുക്ക് പോലീസുകാരെ എത്തിച്ച പോലീസുകാരൊന്നും വരുന്നില്ല. എന്താണെന്ന് അറിയില്ല. നമ്മൾ രണ്ടാൾക്കാരെ കൊന്നിട്ട് സ്റ്റാറൊക്കെ വന്നിക്കണ്. ഇപ്പൊ പോലീസുകാർ വരുന്നൊന്നുമില്ല, കാണണമൊന്നുമില്ല. സ്റ്റാർ വന്നിക്കണ്. നമുക്ക് എന്നാലും പോലീസുകാർ വരുന്നവരെ വില കൊന്നുകാണ്ട് ആക്കാം. കൊല്ലണില്ല, ഓലും ഇങ്ങോട്ട് വരും. ഇപ്പൊ കൊണ്ടിരിക്കണ പോലീസ് പോലീസിനെ നമുക്ക് തീർക്കാം. നമ്മള് പോലീസിനെ തീർത്തില്ല, വലിയൊരു യുദ്ധം ഇവിടെ ഉണ്ടാക്കണം സിറ്റിയില്. പോലീസിനെ ഇനി വരുന്ന പോലീസുകാരെല്ലാരും തീർക്കണം. നമുക്ക് ഈ വണ്ടി എടുത്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നിട്ട് അവിടെ ഉള്ള പോലീസുകാരൊക്കെ തീർക്കണം. എന്നിട്ട് ഈ വണ്ടി എടുത്ത് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ പോന്നിട്ട് അവിടെ ഉള്ളവരൊക്കെ നമുക്ക് തീർക്കാം. പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം. നമുക്ക് ഇവിടെ നിൽക്കണമല്ലോ എല്ലാവരും തീർക്കാം. പോലീസുകാര് സ്റ്റാറൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ഒരു ചെയ്യണമൊന്നുമില്ല. നമുക്ക് എന്നാലും ഇവിടെ വെടിവെക്കാം. ഇവിടെ ഇറങ്ങി നമുക്ക് ഗണ്ണെടുത്താണ് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് തുടങ്ങാം. ഇവിടെ നിൽക്കണം, ഫസ്റ്റത്തെ നിൽക്കണം, ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് ഇവിടെ ഷൂട്ട് ചെയ്തിട്ട് ഓരോന്നും കാട്ടണം. നമുക്ക് ഇവിടെ നിൽക്കണം, എല്ലാവരും ഷൂട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ രണ്ടാളെ ഷൂട്ട് ചെയ്തേക്കണ്. ഇവിടെ കുത്തിറക്കണോലൊക്കെ ഷൂട്ട് ചെയ്ത് കൊല്ലം. ഇവിടെ പോലീസ് യുദ്ധം നടക്കണം ഈ സിറ്റിയിൽ. ഇവിടെ ജയിലിൽ നിൽക്കണ സ്റ്റിക്കി ബോംബ് ഇട്ട് പൊട്ടിച്ച ഇവിടെ കുത്തിറക്കണോലൊക്കെ പൊട്ടിച്ച ഇവിടെ നിൽക്കണ സ്റ്റിക്കി ബോംബ് ഇടാം. അങ്ങനെ സ്റ്റിക്ക് ബോംബ് നിറച്ചിട്ട് നമുക്ക് നേരെ പൊട്ടിച്ചാൽ തുടങ്ങാം. ഇവിടെ മൂന്നോടത്തുനിന്ന് സ്റ്റിക്കി ബോംബ് ഇടണം. സ്റ്റിക്കി ബോംബ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ പൊട്ടിച്ചാൽ നേരെ പൊട്ടിയേക്കാണ്. അപ്പോൾ പോലീസുകാരൊക്കെ ഇതായിക്കണം. ഇനി നമുക്ക് ജയിലത്തും നോക്കണം. ജയിലത്തെ ആളെ തീർത്തിക്കണ്. പിന്നെ അത് നോക്കാണ്ട് പിന്നെ പോലീസ് വണ്ടി ബദ്യം പൊട്ടിച്ച ഈ വണ്ടി പൊട്ടിച്ചിക്കണ്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങണ്ട. അവിടെയുള്ള വണ്ടികളൊക്കെ പൊട്ടിച്ച പുറത്തുള്ള ആൾക്കാരൊക്കെ കൊല്ലാൻ കഴിച്ച് പുറത്ത് കുറെ പോലീസുകാരൊക്കെ വന്നിക്കണം. ഓരൊക്കെ കൊല്ലുന്നുണ്ട്. ഇനി പോലീസുകാരൊക്കെ കുറെ വരണം. പോലീസുകാർ സിറ്റിയിലെ എല്ലാ പോലീസ് വണ്ടി ഇവിടെ എത്തണം. കുറെ ആൾക്കാരൊക്കെ വന്നു, കുറെ ആൾക്കാർക്ക് ഒന്നും ചെയ്തിക്കണ്. ഇനി പോലീസുകാരൊക്കെ ഉണ്ട്. ഈ വണ്ടി പൊട്ടിച്ചാണ്. വണ്ടി നമുക്ക് നേരെ പൊട്ടിച്ച വണ്ടി പൊട്ടിയപ്പോ പോലീസുകാരും കഴിക്കണ്. അപ്പൊ വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് നേരെ പൊട്ടിച്ചാം. അപ്പൊ അത് വെടിവെച്ച് ഇങ്ങനെ പോലീസുകാർ അധികം വരുന്നുണ്ട്. നമുക്ക് നേരെ വെടിയേക്കാം. ദൂരത്തു നിന്നൊക്കെ പോലീസുകാർ ഇതാ വരുന്നുണ്ട്. വലിയ വണ്ടിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് എല്ലാവരും പൊട്ടിച്ചണം. ഇവിടെ നിൽക്കണം, എല്ലാവരും പൊട്ടിച്ചു. പോലീസിനെ മാത്രമല്ല എല്ലാവരും കൊല്ലും. ബാക്കിൽ നിന്നൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവരൊക്കെ ഷൂട്ട് ചെയ്ത് കൊല്ലാം. വണ്ടിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. വണ്ടിയൊക്കെ പൊട്ടിച്ച് നമുക്ക് പുറത്തുക്കണതാ ഈ വണ്ടി പോലീസുകാരൊക്കെ പൊട്ടിച്ചാണ്. അപ്പൊ വണ്ടി എന്നതാ അതിനൊക്കെ വെടിച്ച ഡോറിന്റെ ഉള്ളിലൊക്കെ പോയിക്കണ്. വെടിച്ച് പൊട്ടിച്ച ഇപ്പൊ പുറത്തുള്ള നോക്കിക്കണോലൊക്കെ പൊട്ടിച്ചാണ്. വണ്ടികളൊക്കെ ഇതുണ്ട്. ഇസപ്പാട് നോക്കിക്കണ ഇവിടെ മൂലക്കിലൊക്കെ അതാ ഓരൊക്കെ വെടിച്ച് കൊല്ലാം. അവിടെ ദൂരത്തൊക്കെ നോക്കിക്കണ്ട് ഓലൊക്കെ നല്ല വെടിക്കണം. അങ്ങനെ വെടിച്ച് ഇവിടെ ഒരാളും കൂടെയാണ്. ഇവിടും വെടിയേക്കാം, ഇതിനും വെടിയേക്കാം. ഇവരൊക്കെ കണ്ടെന്ന് ഓലൊക്കെ വെടിയേക്കും. നമുക്ക് പോലീസ് വണ്ടി നശിപ്പിച്ചാം. പോലീസ് വണ്ടി ആയിട്ട് ഇവിടെ വെക്കണ്ട. പോലീസ് വണ്ടി നശിപ്പിച്ചാം. അത് പോലീസ് വണ്ടി നശിപ്പിച്ചിക്കണ്. ഇനി നമുക്ക് വണ്ടി വരുന്നവര് കാത്തൊക്കെ എന്നിട്ട് ഓരോ വണ്ടി നശിപ്പിക്കാം. വണ്ടി കുറെ കഴിഞ്ഞപ്പോ വണ്ടിയൊക്കെ വന്നു. ഇവരൊക്കെ വെടിച്ച് കൊല്ലാം. കുറെ വണ്ടികളൊക്കെ വന്നിക്കണ്. ഇനി വണ്ടി വരും. അപ്പൊ അധികമൊക്കെ നശിപ്പിക്കണം. പോലീസുകാരൊക്കെ ഇനി അധികം വരുന്നുണ്ട്. പോലീസുകാരും കൊല്ലണം. നല്ല പോണം. അടിപൊളി പോലീസുകാരൊക്കെ വരുന്നത് ഇവരൊക്കെ പോകുന്നത്. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഉറങ്ങി നീച്ചാണ്. അപ്പം കുറച്ച് നേരം വൈകി, എന്താണെന്ന് അറിയില്ല. ബോസ് വിളിച്ചിട്ടുണ്ട്, നമുക്ക് കോളൊന്നും അറ്റൻഡ് ചെയ്തു. ഹലോ ബോസ്, എന്താണ്? എടാ, എന്നെ പോലത്തെ ഒരാൾ സിറ്റി വന്നാണ് പോലീസ് സ്റ്റേഷനില് എല്ലാരും കൊല്ലുന്നുണ്ട്. ഇന്നെ പോലത്തെ ആളാ ഞാൻ ഇവിടെ കിടന്നു തുടങ്ങിയതല്ലേ. ഇന്നെ പോലത്തെ ആൾ ആറുണ്ട സിറ്റിയിൽ എനിക്ക് അറിയില്ല. ഒന്ന് പോയി നോക്കാന്നോ? പേര് നമ്മ പോവാ. ഹലോ ഗൈസ്, അപ്പൊ ഇന്നെ പോലത്തെ ഒരാൾ സിറ്റിയിൽ പോലീസ് സ്റ്റേഷനൊക്കെ നശിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും സംശയിച്ചിട്ട് ഞാനാണെന്ന. ഞാൻ ഇപ്പൊ ഉറങ്ങി നീച്ചിട്ടോ, നേരം വൈകി നീച്ചിട്ടോ. നമുക്ക് ഈ വണ്ടി എടുത്താണ് സിറ്റിക്ക് ഒന്ന് ഇറങ്ങി നോക്കാം, പുറത്തേക്ക് ഇറങ്ങി നോക്കാം. പോലീസുകാർ ഫുള്ളും അലേർട്ട് അയക്കണം ഇന്നെ പിടിച്ചാൻ വേണ്ടിയിട്ട് എന്നാ ബോസൊക്കെ പറഞ്ഞത്. അപ്പൊ എന്താ പറയുക, ഇന്നെ പോലത്തെ ആളെന്നാ പറഞ്ഞത്. ഇനി ഞാനാണോന്നോ എല്ലാവരും സംശയിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി നോക്കാം. അപ്പൊ അത് പുറത്തൊക്കെ ആൾക്കാർ പോലീസുകാരൊക്കെ ഉണ്ട്. നമുക്കൊന്ന് വല്ല നിർത്താം. നമ്മളെ കണ്ട പോലീസുകാർ പിടിച്ചും. നമുക്ക് ഇറങ്ങിയോണ്ട് ഒന്ന് നോക്കാം പോലീസ് ആളുണ്ടാ, ഈ വണ്ടി മാത്രമാണോ എന്നൊക്കെ നോക്കാം. ഇവിടുന്ന് നോക്കിയിട്ട് പോലീസ് വണ്ടി മാത്രമേ കാണുള്ളൂ, ആളൊന്നും കാണില്ല. നമുക്ക് നേരെ പോലീസ് ജയിലിലേക്ക് പോയേക്കാം. പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ അവിടേക്ക് പോയേക്കാം. ഇന്നെ പോലത്തെ ആളെന്നാ പറഞ്ഞത്. ഇനി അറിയില്ല, എല്ലാവരും എൻ്റെ മേത്ത് കാട്ടുകയാണ് ഞാനാന്ന് പറഞ്ഞാൽ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയേക്കാം. നമുക്ക് നേരെ വണ്ടി കയറിയാണ്ട് പോലീസ് സ്റ്റേഷനിൽ എന്താ അവസ്ഥ? പോലീസ് സ്റ്റേഷനിലെ എല്ലാവരും നശിപ്പിച്ചിക്കണെന്നാ പറഞ്ഞത്. ഞാൻ ആരൊക്കെ ഉണ്ടോന്നും പറയാൻ പോലീസുകാരെല്ലാവരും നശിപ്പിച്ചിക്കണെന്നാ പറഞ്ഞത്. ഞാൻ അറിയില്ല. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയേക്കാം. ഇവിടെ തന്നെയാണ്, അതിൽ കൂടെ കയറിയ പോലീസ് സ്റ്റേഷനിലെത്തി. നമുക്ക് നേരെ നോക്കിയൊക്കെ നമ്മളെന്തെങ്കിലും ചെയ്യുമോന്നൊക്കെ അറിയില്ല. പോലീസുകാർ ഇവിടെ നോക്കിയാൽ പോലീസുകാർ ദൂരം നടന്ന് കളിച്ചിട്ടുണ്ട്. വേറെ വണ്ടികളൊന്നും ഇവിടെ ഇല്ല. വണ്ടികളൊക്കെ നശിപ്പിച്ചിക്കണെന്നാ തോന്നുന്നത്. നമുക്ക് നേരെ ഇവിടെ ഇറക്കിയാണ് സംസാരിച്ചൊക്കെ പോലീസുകാരോട്. ഇവിടുന്ന് ഇറക്കിയാണ് നമുക്ക് നേരെ
എൻ്റെ അടുത്തൊക്കെ നേരെ പോയേക്കാം. അത് സാറേ അപ്പൊ ഇന്നെ പോലത്തെ ഒരാളെന്ന് പറഞ്ഞു. സാറേ ഞാനില്ല, ഇന്നെ പോലത്തെ വേറെ ആൾ സിറ്റിയിൽ ഇറങ്ങിയിരിക്കണ്, എൻ്റെ അതേ മുഖമൊക്കെയാണ്. അപ്പൊ ഇന്നെ പോലത്തെ ആളാണ് പോലീസ് നശിപ്പിച്ചത്, ഞാനല്ല. പോലീസിന്റെ കാര്യം പറഞ്ഞപ്പോ മനസ്സിലായിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ 2 പോലീസ് ആയിരുന്നു. നമുക്ക് നേരെ ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നത് സേഫ് അല്ല, നമുക്ക് ഉള്ളിലേക്ക് പോയൊക്കെ എന്തൊക്കെ നശിപ്പിച്ചിക്കണം എന്നൊക്കെ നോക്കാം. പോലീസിന്റെ കാര്യം പറഞ്ഞപ്പോ മനസ്സിലായിക്കണം. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ പോലീസിൽ 3 ആൾക്കാരുണ്ട്, അതുമില്ല. പിന്നെ മുന്നിൽ നിൽക്കണോല് 2 ആൾക്കാർ, അത് ഓല് രക്ഷപ്പെടുത്തിക്കണ്. അപ്പൊ ഇനി ഇതെന്താന്ന് അറിയില്ല, ഇന്നെ പോലത്തെ ഒരാൾ ഇറങ്ങിയിരിക്കണ് സിറ്റിയില്. അപ്പൊ എല്ലാരും നോക്കേണ്ടി വരുമ്പോ ഇപ്പൊ ബോസിനൊക്കെ പറ്റിച്ചോന്ന് അറിയാം. ബോസ് വിളിച്ച് പറഞ്ഞ ഈ കൊച്ചു കൂടെ എത്രയോട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ കാണാനായിരിക്കും. ബൈ. നെക്സ്റ്റ് ഇതിന്റെ പാർട്ട് 2 വീഡിയോ ഉണ്ട്, അപ്പൊ എല്ലാവരും കാണാൻ മാർക്ക് ചെയ്ത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബൈ.